ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മുരിങ്ങയിലയും ചെറിയ ഉള്ളിയും തോരപ്പരിപ്പും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ മുരിങ്ങയില അടദോശയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ അരക്കപ്പ് തുമരപ്പരിപ്പാണ് എടുത്തത്. അല്പം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം, എന്നാലേ അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്കത് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് വെള്ളം വാർന്നു പോകുന്നത് വരെ മാറ്റി വയ്ക്കാം. മുരിങ്ങയില 1 കപ്പ് അളവിലാണ് വേണ്ടത്. അതുപോലെ അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളി അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കണം. ആദ്യം നമുക്ക് അതിൻ്റെ പകുതി ഭാഗം ജാറിലിട്ടിട്ട് ഒന്ന് 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പരിപ്പും ചെറിയ ഉള്ളിയും മുരിങ്ങയിലയും ഒരുമിച്ചിട്ടാണ് ഇതുപോലെ അരച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കൂടുതൽ അരഞ്ഞു പോയാൽ നന്നായിരിക്കില്ല. ചെറുതായിട്ടിങ്ങനെ ഒന്ന് തരിതരിപ്പോടുകൂടിയാണ് അരച്ചെടുക്കേണ്ടത്. എന്നാലേ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പിയായി വരികയുള്ളൂ. നമ്മളിത് അരയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെ ഈർപ്പത്തിലാണ് ഇത് അരഞ്ഞ് കിട്ടേണ്ടത്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തത് അതുപോലെ കൃഷി ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത് ജാറിലിട്ടതും അരച്ചെടുത്തു. ഇനി നമുക്കത് ബൗളിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 3 പിഞ്ച് കായത്തിൻ്റെ പൊടിയും, ഒരല്പം സോൾട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്ത് എടുക്കണം. ഇതിൽ പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊന്നും ചേർത്താൽ നന്നായിരിക്കില്ല. മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച്. ഇനി നമുക്കത് കുറച്ച് വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കല്ല് ചൂടായി വരുന്ന സമയം ഇതുപോലെ അതിൽ വെച്ചിട്ടൊന്ന് തിന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, റൗണ്ട് ഷേപ്പിലാവുന്നത് വരെ. എന്നാൽ അതിൻ്റെ ഉൾവശം നല്ല വേഗമുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി മിക്സ് നമ്മൾ വെച്ചിട്ട് വലിയ അടദോശയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ആക്കി അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. എന്നാലേ അത് നല്ല ക്രിസ്പിയായി വരികയുള്ളൂ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ദോശയാണ്. ഇനി നമുക്കത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും മുരിങ്ങയില വെച്ചിട്ട് തോരനുണ്ടാക്കും, അതല്ലെങ്കിൽ മുരിങ്ങയിലയും പരിപ്പുമൊക്കെ വെച്ചിട്ട് കറി പോലെയൊക്കെ വയ്ക്കാറുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ്. ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയൊന്നും ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എന്നാലും അതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടി അല്പം ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒഴിക്കുന്നത് നല്ലതാണ്. ഓയിലും നെയ്യോ ഒന്നും ഉപയോഗിച്ചുകൂടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അല്പം ഇതുപോലെ അതിൻ്റെ പുറത്തൊന്നിങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കണം. ഇപ്പോൾ നെയ്യുടെയും ആ മുരിങ്ങയിലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കത് തിരിച്ചിട്ടിട്ട് ഇതുപോലെ അല്പം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയില വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുന്നേ പാലക്ക് വെച്ചിട്ടുള്ള റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. പാലക്ക് പക്കോട, കൂടാതെ പാലക്ക് ദാൽ കറി, ഇതൊക്കെ ഈവനിങ് സ്നാക്സ്, ടീ, കോഫി ഇതിനോടൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളത് പരിപ്പോടെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നമുക്കതൊന്ന് ഇങ്ങനെ മുറിച്ച് നോക്കാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.